ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ ബാലു മാലൂസ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും ഞങ്ങൾ നേരത്തെ തന്നെ ഞാനും നച്ചൂസും വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടിലാണ് ഞാൻ പൊങ്കാല ഇടാറ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം എല്ലാവരും വന്നു, മാമിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷത്തെയും പോലെ രാത്രി കോവിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ലോഗായിട്ട് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ എന്തായാലും മേലെ കൊടുക്കുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതോടൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ നമ്മുടെ കുഞ്ഞുമുത്തും തലേദിവസം രാവിലെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി കോവിൽ പോകാറുണ്ടായിരുന്നു. പിന്നെ വന്നിട്ടുള്ളത് എൻ്റെ ഒരു അമ്മയും മോളും പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ അമ്മ വീട്ടിലുണ്ടായിരുന്നു, മോളും പിള്ളേരും ഞങ്ങളുടെ കോവിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കോവിലൊക്കെ പോയി. അതിന് ശേഷം എന്തായാലും വീഡിയോ കണ്ടു നോക്കാം കേട്ടോ. അങ്ങനെ രാവിലെ ആയപ്പോഴത്തേക്ക് ഏകദേശം വല്യമ്മയും മോളും അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വല്യമ്മയുടെ മോളുടെ മോളാണ് കേട്ടോ ഇപ്രാവശ്യം നമ്മുടെ സ്പെഷ്യൽ കുട്ടിത്താരം. അപ്പം നിത്താര എന്നാണ് കേട്ടോ വാവക്കുട്ടിയുടെ പേര്. അങ്ങനെ നമ്മുടെ നിത്താരക്കുട്ടിയുടെ ആദ്യത്തെ പൊങ്കാലയായിരുന്നു കേട്ടോ ഇത്. പിന്നെ ചേട്ടൻ രാവിലെ ചേട്ടൻ അമ്മയെ കൊണ്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ കുഞ്ഞുമുത്തുവിൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഏകദേശം രാവിലെ ആയപ്പോഴത്തേക്ക് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞുകുട്ടി നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി തന്നെ കുളിപ്പിച്ച് റെഡിയാക്കി അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നച്ചൂസും മുത്തും കുറച്ച് പാടായിരുന്നു കേട്ടോ ഉണത്ത് വിളിക്കുക. എങ്ങനെയൊക്കെ ഉണത്ത് വിളിച്ച് ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി എടുത്ത് താഴെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഏകദേശം 9:45 കേട്ടോ. അപ്പോഴത്തേക്ക് പൊങ്കാല തീകത്തിക്കാനുള്ള സമയമായി. അങ്ങനെ എല്ലാവരും പൊങ്കാല തീകത്തിച്ചു. അപ്പോൾ എനിക്ക് പൊങ്കാലിടാൻ പറ്റത്തോണ്ട് ഞാൻ പൊങ്കാലിട്ടുണ്ടായിരുന്നില്ല. ബാക്കി എല്ലാവരും പൊങ്കാലിട്ടത്. അമ്മയാണെങ്കിൽ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. ചേട്ടൻ്റെ അമ്മയാണെങ്കിൽ പായസവും മണ്ടപ്പുറം തെരളിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തലേദിവസം ആറ്റുകാൽ പോയപ്പോൾ ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ സംഭവത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ടായിട്ട്, ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പം എന്തായാലും കാണാത്തുണ്ടെങ്കിൽ അതോടെ കണ്ടു നോക്കാം. അതിൻ്റെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഐക്കാർഡിലൊക്കെ ഇട്ടേക്കാം. എല്ലാവരും അതൊന്നും കണ്ടു നോക്കണം. പിന്നെ ഇപ്രാവശ്യം എനിക്ക് കൂടുതലും കുറച്ചുകൂടെ കടയിൽ ഡ്യൂട്ടുണ്ടായിരുന്നു. അപ്പോൾ തലേ ദിവസം ജോലി കഴിഞ്ഞ് ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 3 മണിക്കായപ്പോഴത്തേക്ക് ജോലി കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നേരെ കുറച്ചുകൂടെ കടയിലായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി വരെയും കുറച്ചുകൂടെ കടയിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് ഇങ്ങനെ വലുതായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാനുണ്ടായിരുന്നില്ല. എന്നാലും അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നേരെ കോവിലിൽ പോകുന്നത്തെ രാത്രിയാണ് ഞാൻ വീട്ടിൽ കയറിയത്. അത് കഴിഞ്ഞ് പിള്ളേർക്ക് കാപ്പിയെ കൊടുക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൊങ്കാലടുപ്പിൽ തീ കത്തിക്കുന്നതിനെ കണ്ടതിന് ശേഷം നേരെ പിള്ളേരെ കൊണ്ടുപോയി കാപ്പി കൊടുത്തു കേട്ടോ. അപ്പോൾ പിള്ളേർക്ക് കാപ്പി കൊടുക്കുന്നതും പിള്ളേരെ നോക്കുന്നതിൻ്റെ ഒക്കെ ഡ്യൂട്ടി എനിക്കായിരുന്നു കേട്ടോ. പൊങ്കാല ഇടാത്തതുകൊണ്ട് ആ ഡ്യൂട്ടി മൊത്തം എനിക്കായിരുന്നു. അങ്ങനെ ഞാൻ പിള്ളേരെ എല്ലാവരും കെട്ടിപ്പറക്കി മേലിൽ കൊണ്ടിരുത്തി നമ്മുടെ കാർട്ടൂണും ഇട്ട് കൊടുത്തിട്ട് പിള്ളേർക്ക് ഇഡലി സാമ്പാറായിരുന്നു കേട്ടോ കാപ്പി. അങ്ങനെ എല്ലാവർക്കും ഇഡലി സാമ്പാറും കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ നിത്താരക്കുട്ടിയും കൂടി ഇരുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളുടെ കളിയും കുസൃതിയൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർക്ക് അവളുടെ കളിയും കുസൃതിയൊക്കെ കണ്ട് അവർക്ക് കാപ്പിയൊക്കെ കൊടുത്തു തീർന്നു. പിന്നെ നമ്മുടെ പിള്ളേരുടെ മുത്തശ്ശിക്ക് ഒരേ ആഗ്രഹമായിരുന്നു പിള്ളേരെ എടുത്ത് ഫോട്ടോ എടുക്കണമെന്ന്. അങ്ങനെ എല്ലാ പിള്ളേരെയും ഓരോരുത്തരായിട്ട് ഇരുത്തി മുത്തശ്ശിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ കാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞ് കുട്ടിപ്പട്ടാളംസിനെ വിളിച്ചുകൊണ്ട് താഴെ എത്തിയപ്പോഴത്തേക്ക് പൊങ്കാല ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരുടെ പായസവും തിളക്കുകയും എല്ലാവരും ഇടയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം പായസം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പായസം തിളയ്ക്കുന്നതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അങ്ങനെ പൊങ്കാല കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഐസ്ക്രീം കുടിക്കലാണ് കേട്ടോ. ഇപ്രാവശ്യം നമ്മുടെ കുഞ്ഞമ്മയാണ് സ്പോൺസർ ചെയ്തത് ഐസ്ക്രീം. അപ്പോൾ നമ്മൾ ആദ്യം കുഞ്ഞമ്മയുടെ സ്പോൺസർഷിപ്പിലുള്ള ഐസ്ക്രീം കുടിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത് നമ്മൾ എല്ലാ വർഷവും നമുക്ക് ഐസ്ക്രീം വാങ്ങി തരും. അങ്ങനെ മാമൻ്റെ സ്പോൺസർഷിപ്പിലുള്ള ഐസ്ക്രീം നമ്മൾ വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം ഈ വർഷം 2 ഐസ്ക്രീം കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ആദ്യത്തെ ചോക്കോബാർ ആയതുകൊണ്ട് രണ്ടാമത്തെ ആപ്പിൾ ബാറാണ് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ പായസം സെറ്റാക്കിയതിന് ശേഷം അമ്മ എല്ലാവരും കൂടി തെരളിക്കും മണ്ടപ്പത്തിനുള്ള മാവ് സെറ്റാക്കലായിരുന്നു പരിപാടി. പിന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളംസും പിന്നെ പൊങ്കാലിടാൻ വന്നതിൽ ഏതൊരു 2 പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരും എല്ലാവരും കൂടെ ചേർന്ന് ബോൾ കളിയായിരുന്നു കേട്ടോ പരിപാടി. അപ്പോഴത്തേക്ക് വെളിയിൽ അമ്മമാർ മണ്ടപ്പുറ്റും തെരളിയൊക്കെ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ അന്നദാനം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്നാണ് ചോറ് വാങ്ങിച്ച് കഴിച്ചത്. അപ്പോൾ ഇപ്രാവശ്യം അവിടെ നിന്ന് കഴിക്കാമല്ലോ എന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഞങ്ങൾ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അച്ഛനും പിള്ളേരും എല്ലാവരും കൂടെ ചേർന്ന് ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം വീട്ടിലെ ചോറ് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവരും ആ ചോറാണ് കേട്ടോ കഴിച്ചത്. നമ്മുടെ അന്നദാനത്തിൻ്റെ ചോറാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൊങ്കാലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം പിള്ളേരുടെ കളിയൊക്കെ കണ്ടുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ നേദിക്കാൻ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. 2:15 ആവാറാവുന്നവരെ നമ്മൾ പിള്ളേരുടെ കളിയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. അങ്ങനെ 2:15 നേദിക്കാൻ പോയിട്ട് വന്നു. നേദിച്ചു കഴിച്ച് തന്നപ്പോഴത്തേക്ക് ഏകദേശം 2:30 കേട്ടോ. നേദിക്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ നമ്മുടെ സ്ഥിരം പരിപാടിയാണ് ടേസ്റ്റ് നോക്കൽ. അങ്ങനെ എല്ലാവരുടെ പായസവും ഓരോരോ പാത്രത്തിലാക്കിയിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ വായി നോക്കലാണ്. പൊങ്കാല കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ നടന്ന് റോഡിൽ കൂടെ പോകുന്നതാണ് നല്ല രസമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രസാദമൊക്കെ തിന്ന് അത് നോക്കിയിരിക്കാൻ നല്ല രസമാണ്. അങ്ങനെ അത് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്ന് പറയുന്നത്. പിന്നെ അവിടെ മൊത്തം പിള്ളേരുടെ ഊട്ടുമേളമായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം നമ്മൾ കോവിലിൽ പോയപ്പം പിള്ളേർക്ക് ബലൂണിൻ്റെ ഊട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കുറേ നേരമൊക്കെ സഹിച്ചിരുന്നു കേട്ടോ. പിന്നെ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും കയ്യിലും ബലൂണൊക്കെ പിടിച്ച് വാങ്ങിച്ചു. നമ്മുടെ തിത്താരക്കുട്ടിയൊക്കെ ചെറുതായിട്ട് സൗണ്ട് ആയിട്ട് കരുത്ത് തുടങ്ങി കേട്ടോ. പിന്നെ നമ്മുടെ ബലൂണൊക്കെ വാങ്ങി വെച്ചു. പിന്നെ എല്ലാവരും പയ്യെ ടാറ്റ പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ആദ്യം പോയി നമ്മുടെ കുഞ്ഞും മുത്തുവാണ്. അവർ ടാറ്റ പറഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് അടുത്ത് നമ്മുടെ നിത്താരക്കുട്ടി പോയി. അങ്ങനെ ഓരോരുത്തരായിട്ട് പയ്യെ പോയി തുടങ്ങി. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കാണ് കേട്ടോ നമ്മുടെ അവരുടെ പേര് പറയാൻ മറന്നു കേട്ടോ. അത് നമ്മുടെ കുട്ടുവും വിഷയമാണ് കേട്ടോ അവരുടെ പേര്. അപ്പോൾ അവർ രണ്ടുപേരും ഭയങ്കര സഹായമായിരുന്നു കേട്ടോ ഇപ്രാവശ്യം.
നമുക്ക് എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അവർ ഏകദേശം രാത്രിയൊക്കെ ആയപ്പോഴാണ് പോയത് കേട്ടോ. അങ്ങനെ നമ്മുടെ നച്ചുകുട്ടി അവസാനം ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി കേട്ടോ. പിന്നെ അവസാനം നമ്മുടെ വിഷയം കുട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ ഏകദേശം രാത്രി ആയപ്പോഴാണ് പോയത് കേട്ടോ. അപ്പോഴത്തേക്ക് നച്ചൂസ് ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പോയ വീഡിയോസ് ഒന്നും അങ്ങനെ അധികം എടുക്കാൻ പറ്റില്ല. ആ ഒരു സമയത്ത് മൊത്തത്തിൽ ടയർഡായതുകൊണ്ട് പിന്നെ ഒന്നും അങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി വീട് മൊത്തത്തിലങ്ങ് ഉറങ്ങി. മൊത്തത്തിൽ ടയർഡ്നെസ് ആയിരുന്നു. അപ്പോൾ പിന്നെ അങ്ങ് കയറി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ വിശേഷങ്ങൾ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പൊങ്കാലയുടെ വിശേഷങ്ങളൊക്കെ ഞാൻ എന്തായാലും എൻ്റെ ലിങ്ക് ഇട്ടേക്കാം. കാണാത്തുണ്ടെങ്കിൽ അതോടെ കണ്ടു നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.